ഹായ്, ഇന്ന് നമുക്ക് ഒരു ഫെയറി ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാൻ മെമ്മറി വെയർ, ടിയാര ഫ്ലവർ, ജംപ് റിങ്സ്, ഹൂക്ക്, ചെയിൻ, ലീഫ്, ബീഡ്സ്, 2 ഹാർട്ട് ബീഡ്സ്, പിന്നെ 2 ഹെഡ് പിൻ കൂടി വേണം. ആദ്യം ഞാൻ ഈ മെമ്മറി വെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരുന്ന രീതിക്കാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഈ മെമ്മറി വെയർ സർക്കിളായിട്ടിരിക്കും. നമുക്കത് കറക്റ്റായിട്ട് ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡ് ആ സർക്കിൾ വരുന്നതനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു സർക്കിൾ തന്നെ മതിയാവും ഈ ഫെയറി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മെമ്മറി വെയർ എടുത്തതിന് ശേഷം അതിൻ്റെ എൻഡിൽ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. 2 സൈഡും ഇതുപോലെ എൻഡിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ആ പ്ലെയർ യൂസ് ചെയ്തിട്ട് തന്നെ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടെടുക്കണം. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 സൈഡും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനായിട്ട് ജുവലറി വയർ എടുക്കണം. ഞാനിത് 0.4 ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്കിതിൽ ആവശ്യപ്പെടും. ഇനി നമുക്ക് ഈ മെമ്മറി വയർ എടുത്തതിന് ശേഷം ആ ജുവലറി വയർ അതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു ബീഡ് നമ്മളതിൽ കോർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 mm ക്രിസ്റ്റൽ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കോർത്ത് നമുക്ക് ഈ അറ്റത്തിലൊന്ന് എടുത്തതിന് ശേഷം വീണ്ടും ഒന്നവിടെ ഒരു 2-3 പ്രാവശ്യം ഈ ജുവലറി വയറൊന്ന് ചുറ്റി കൊടുക്കണം. നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ടൈറ്റായിട്ട് തന്നെ ചുറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലൊരു ബീഡ് കോർത്ത് കൊടുക്കാം. ആ ബീഡ് അതുപോലെ എൻഡിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു ഈ ഗ്രീൻ ലീഫ് വേണം ഒന്ന് കോർത്ത് കൊടുക്കാൻ. അതും നമുക്കിതുപോലെ എൻഡിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ചുറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു ബീഡ് കൂടെ അതുപോലെ തന്നെ കോർത്ത് കൊടുത്ത് വീണ്ടും അതുപോലെ ടൈറ്റായിട്ട് തന്നെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ടെടുക്കണം. ഇതുവരെ നമ്മളൊന്ന് ചേർത്താണ് ഇങ്ങനെ കോർത്തെടുത്തത്. ഇനി ഒരു ബീഡ് ആവശ്യമുള്ളവരത് കോർക്കാം. ഞാൻ ഇനി ഇവിടെ ഒരു ടിയാര ഫ്ലവറാണ് കോർത്ത് കൊടുക്കുന്നത്. ഈ ഫ്ലവർ അതിനെ കോർത്ത് അറ്റത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒരു ബീഡ് അതിൻ്റെ അകത്ത് കോർത്തെടുക്കണം. ഇങ്ങനെ കോർത്തതിന് ശേഷം ആ ജുവലറി വയറിൻ്റെ ഒരു എൻഡ് ഈ ഫ്ലവർ അകത്തു കൂടി കോർത്തിട്ട് അങ്ങനെ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ മെമ്മറി വയറിൻ്റെ പുറത്തുകൂടെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇങ്ങനെ മാറി മാറി ഒന്ന് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഏകദേശം എൻഡ് വരെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിൽ നമുക്കതുപോലെ തന്നെ ഒരു ബീഡ് കോർത്ത് വീണ്ടും ചുറ്റിയിട്ടെടുക്കാം. വീണ്ടും നമുക്ക് ഒരു ബീഡ് കൂടെ കോർക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി കോർത്തിട്ട് അങ്ങനെ നന്നായിട്ട് ചുറ്റി അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ്സ് ഇടാം. അതിനായിട്ട് ഞാൻ ജംപ് റിങ്സ് എടുക്കുന്നുണ്ട്. അതൊന്ന് ലൂസാക്കിയതിന് ശേഷം അതിനകത്ത് ഹൂക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയിന് അതിനുശേഷം അതങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഒരു എൻഡിൽ കൊണ്ടുവന്ന് അതിൽ നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തിട്ടിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും ഒരു ജംപ് റിങ്സ് എടുത്തിട്ട് ആ ചെയിൻ ഇട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത വശത്ത് നമുക്കിതുപോലെ ഇട്ട് ടൈറ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു ഹെഡ് പിൻ എടുത്തതിന് ശേഷം ആ ഹാർട്ട് ബീഡ്സിൻ്റെ അകത്തുകൂടി കോർത്ത് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് അതിനെ അങ്ങനെ വളച്ച് കൊടുത്തതിന് ശേഷം അതങ്ങനെ നമുക്ക് ആ ചെയിനിൻ്റെ മറ്റേ വശത്ത് എൻഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും നമുക്ക് ഇട്ട് കൊടുത്ത് ഇതേ സെയിം ഹാർട്ട് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ്സും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടിയാര ഫ്ലവർ ബ്രേസ്ലെറ്റ്, അതായത് ഫെയറി ബ്രേസ്ലെറ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ മെറ്റീരിയൽസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.